വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമുക്കറിയാം, പ്ലസ് ടു ലെവലിലുള്ള എക്സാമുകൾ ആയിക്കോട്ടെ, ഡിഗ്രി ലെവലിലുള്ള എക്സാമുകളൊക്കെ ആയിക്കോട്ടെ, അതിന്റെ ഒക്കെ പ്രിലിംസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മെഡീവൽ ഇന്ത്യ. അപ്പൊ ഹിസ്റ്ററി ഭാഗത്തുനിന്ന് നമ്മളിപ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിനാണെങ്കിൽ 10 മാർക്ക് ഉണ്ട്. അപ്പൊ ആ 10 മാർക്കില് രണ്ടോ മൂന്നോ മാർക്ക്, ചിലപ്പോൾ 2 മാർക്കൊക്കെ നേടണം, ചിലപ്പോൾ 1 മാർക്കേ കിട്ടുള്ളൂ. ആ 1 മാർക്കിനായാലും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. മാക്സിമം 3 മാർക്ക് വരെ ആവാം. വരുന്ന ഒരു ഭാഗമാണ് ഏത് മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഹിസ്റ്ററിയാണ്. അപ്പൊ ചില കുട്ടികളുണ്ട്, നമുക്ക് GK എത്രമാത്രം ഭാഗം നമുക്ക് കിട്ടാം, GK എന്നൊക്കെ ഒരു മിനിമം ലെവൽ മാർക്കേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷാണ് കുറച്ചും കൂടെ എളുപ്പം, അല്ലെങ്കിൽ മാത്സ് ആണ് എളുപ്പം. ചിലർക്ക് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഏരിയ എളുപ്പമുള്ളതുണ്ടാവും. ചിലർക്ക് സയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് ഏതാണോ അത് നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനും വീക്കിനെ അതിൽ നിന്നും ഓവർകം ചെയ്തു വരാനും ഒക്കെ നമുക്ക് സാധിക്കണം. അപ്പോൾ സ്ട്രോങ് ആയതിന് കൂടുതൽ കൂടുതൽ പഠിക്കുക. അപ്പൊ അതിൽ നിന്നൊരു മാർക്ക് പോലും പോവില്ല. ഡിലീറ്റ് ചെയ്ത് പോണത് പോട്ടെ, ബാക്കി ഒറ്റ മാർക്ക് പോലും നമുക്ക് പോകരുത്. നമ്മുടെ ഭാഗ്യത്തിന് ഡിലീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല വെച്ചാൽ ഫുൾ മാർക്ക് നമുക്ക് ആ GK നേടി കിട്ടും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് GK ഞാൻ പറഞ്ഞ 45 ദിവസത്തെ ചലഞ്ചില് നിങ്ങൾക്ക് 40 മാർക്ക് നേടിത്തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മെഡീവൽ ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസം ആരോഗ്യക്ഷേമ പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികളാണ് കേരള ഗവൺമെന്റ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് മെഡീവൽ ഇന്ത്യയുടെ തുടക്കമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ ബാക്കി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പറയും. ഒരുമിച്ച് ഒരേപോലെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ബോറടി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ മെഡീവൽ ഇന്ത്യയില് നമ്മുടെ എന്താ പറയാ, സ്പെഷ്യൽ ബുക്കുകളും NCERTയും അങ്ങനെയുള്ള ബുക്കുകളൊക്കെ തന്നെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠനമാണ്. അപ്പൊ കൃത്യമായിട്ടും നിങ്ങൾ ഇത് പഠിച്ചോളൂ, ഇതിൽ വിട്ട് നിങ്ങൾക്ക് മെഡീവൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരില്ല എന്ന് തന്നെ എനിക്ക് ഒരു വിധം ഒരു 99% ഉറപ്പ് ഞാൻ തരികയാണ്. ഭംഗിയായിട്ട് തന്നെ ഇത് പഠിച്ചു പൊക്കോളൂ നിങ്ങൾ കേട്ടോ. അപ്പൊ മെഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കണം. നോർത്ത് ഇന്ത്യയുടെ കാര്യങ്ങളും സൗത്ത് ഇന്ത്യയുടെ കാര്യങ്ങളും പഠിക്കണം. അപ്പൊ നോർത്തിലാവുമ്പോൾ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കണം. സൗത്തിലാവുമ്പോൾ നമുക്ക് വിജയനഗര സാമ്രാജ്യം ഉണ്ട്, ബാമിനി സാമ്രാജ്യം ഉണ്ട്, ചോളന്മാരുണ്ട്, ഈ ബംഗാളിലൊക്കെ ഭരണം നടത്തിയിരുന്ന പാലവംശമുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു 5 6 ക്ലാസ്സുകൾ കൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1857 തൊട്ടുള്ള, അതായത് വിപ്ലവം തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോ AD 712 മുതൽ 1757 വരെയുള്ള കാലഘട്ടമാണ് മെഡീവൽ ഇന്ത്യ കേട്ടോ. AD 712 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം ഭരണാധികാരി അല്ലെങ്കിൽ ഒരു മുസ്ലിം ആക്രമണകാരി ഇന്ത്യയിലേക്ക് വരുന്നു AD 712. 1757 എന്ന് പറഞ്ഞ പ്ലാസി യുദ്ധം നടന്ന കാലഘട്ടമാണ്. അപ്പൊ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ രണ്ടിനും ഇടയ്ക്കുള്ള സമയമാണ് നമ്മൾ മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ AD 712 ഇങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ആക്രമണകാരി, രണ്ട് പറഞ്ഞാലും ശരി തന്നെയാണ്, അദ്ദേഹം ഇവിടെ ആക്രമിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അറബികളുടെ കപ്പൽ കൊള്ളക്കാരില്ലേ, കടൽ കൊള്ളക്കാര് അവരെ ആക്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ അറബികളുടെ കുറച്ച് സ്വത്തൊക്കെ അവർ തട്ടിയെടുത്തു. അപ്പൊ അതില് അറബികൾക്ക് ദേഷ്യം വന്നു. അപ്പൊ അങ്ങനെ ഒരു അറബി ഗവർണറായ അല്ലെങ്കിൽ ഇറാഖ് ഗവർണറായ അൽ ഹജാജ് ബിൻ യൂസഫ് എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്ന ആളെ ഇന്ത്യ ആക്രമിക്കാനായിട്ട് പറഞ്ഞയച്ചു. അപ്പൊ AD 712 ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ബിൻ കാസിമാണ്. അപ്പൊ അദ്ദേഹം ആക്രമിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടോ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല. ഞങ്ങൾക്കൊരു പണി തന്നു, തിരിച്ച് നിങ്ങൾക്കും ഒരു പണി തരും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം വന്നു, ആക്രമിച്ചു, തിരിച്ചുപോയി, അത്രയേ ഉള്ളൂ. അപ്പൊ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി വന്നു, ആക്രമിച്ചു, തിരിച്ചുപോയി, അത്ര മാത്രമാണ് മുഹമ്മദ് ബിൻ കാസിമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. അദ്ദേഹം AD 712 ആക്രമിച്ചത് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധ് എന്ന് പറയുന്ന പ്രദേശത്തെയാണ്. അന്ന് സിന്ധിലെ രാജാവ് ദാഹിർ എന്ന് പറയുന്ന രാജാവായിരുന്നു. അപ്പൊ സിന്ധിലെ രാജാവായ ദാഹിറിനെ മുഹമ്മദ് ബിൻ കാസിം ആക്രമിച്ച് അവിടെയൊക്കെ ഒരു വിധം ഒരു പരുവാക്കി നശിപ്പിച്ച് അദ്ദേഹം തിരിച്ചുപോയി, അത്രയേ ഉള്ളൂ.
അതിനുശേഷം അടുത്ത ഒരു ആക്രമണം വരുന്നത് മുഹമ്മദ് ഗസ്നിയിൽ നിന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് മുഹമ്മദ് ഗസ്നി അല്ലെ. അദ്ദേഹം ഗാസ്നാവിദ് എന്ന് പറയുന്ന ഒരു രാജവംശത്തിൽ ജനിച്ച ആളാണ്. അബ്ദുൾ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നാണ് ഗസ്നിയുടെ ശരിക്കുള്ള പേര്. യഥാർത്ഥ നാമം അബ്ദുൾ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? AD 1001 1027 ഇടയ്ക്ക് 17 തവണ തുടർച്ചയായി ഇന്ത്യ ആക്രമിച്ച വ്യക്തിയാണ് മുഹമ്മദ് ഗസ്നി. 17 തവണ. പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 17 തവണ തുടർച്ചയായി ഇന്ത്യ ആക്രമിച്ചത് ആരാണ്? മുഹമ്മദ് ഗസ്നി. എന്തായിരുന്നു ഉദ്ദേശം? കൊള്ളയടിക്കുക എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം, വേറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ 17 തവണയുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും വലിയ ആക്രമണം ഏതറിയോ? AD 1025 ആക്രമണം. AD 1025 ആ ആക്രമണം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമാണ് അദ്ദേഹം ആക്രമിച്ചത് കേട്ടോ. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം. അപ്പൊ സോമനാഥ ക്ഷേത്രം എവിടെയെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാന്ന് ഓർക്കുക. അപ്പൊ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചപ്പോ എന്തായിരിക്കും ഉദ്ദേശം? കൊള്ളയടിക്കൽ ഉദ്ദേശമല്ലേ? അപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ നന്നായിട്ട് എന്തുണ്ട് നമുക്കറിയാലോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്നപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സ്വത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ പണ്ടുകാലം തൊട്ടേ ക്ഷേത്രങ്ങളിലെ ധാരാളം എന്തുണ്ട് സ്വത്തുക്കളുണ്ട്. സ്വർണത്തിന്റെ രൂപത്തിലും പണത്തിന്റെ രൂപത്തിലും കോയിനുകളുടെ രൂപത്തിലും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സ്വത്തുക്കളുണ്ട്. അപ്പൊ അത് അടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു. എന്നിട്ട് അതൊരു പരിവാക്കി ആ ക്ഷേത്രമൊക്കെ നശിപ്പിച്ചു ഒരുവിധമൊക്കെ. ഇനി ഈ സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവിടെ ഒഴുകി നടക്കുന്ന ശിവലിംഗം കാണാം. അപ്പൊ ഒഴുകി നടക്കുന്ന ശിവലിംഗം കാണപ്പെടുന്ന ക്ഷേത്രമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം. ക്ലിയർ ആയില്ലോ? അടുത്തത് നോക്കുക. ഈ സോമനാഥ ക്ഷേത്രം ഗസ്നി അങ്ങനെ ആക്രമിച്ച ഒരു പരിവാക്കിയല്ലോ. ഈ സോമനാഥ ക്ഷേത്രം പുതുക്കി പണിതത് ഭീമ ഒന്നാമൻ. ആരാണ്? ഭീമ ഫസ്റ്റ് അദ്ദേഹമാണ് കേട്ടോ. ഇനി അടുത്തൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഗസ്നിക്ക് ഒരു പേരുണ്ട്, ബത്ഷീഖാൻ എന്നാണ്. ബത്ഷീഖാൻ എന്ന് വിളിക്കും. ബത്ഷീഖാന്റെ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ഇസ്ലാമിന്റെ മഹനീയത നഷ്ടപ്പെടുത്തിയവൻ എന്നാണ്. അപ്പൊ ഇസ്ലാമിന്റെ മഹനീയത നഷ്ടപ്പെടുത്തിയവൻ എന്നർത്ഥം വരുന്ന ബത്ഷീഖാൻ എന്ന് ഗസ്നിയെ വിളിക്കാൻ കാരണം എന്തായിരിക്കും? നല്ല നല്ല ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊള്ളയടിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസിക്ക് ചേർന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയല്ല ഇങ്ങനെ ചെയ്യണേ. അതുകൊണ്ടാണ് മുഹമ്മദ് ഗസ്നിയെ ബത്ഷീഖാൻ എന്ന് വിളിക്കാൻ കാരണം. ഇദ്ദേഹത്തിന്റെ സദസ്സില് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവി ഉണ്ടായിരുന്നു. എന്നിട്ട് സദസ്സിലെ ആസ്ഥാന കവി ഫിർദൌസിയാണ്. ആരാണ്? ഫിർദൌസി. ഫിർദൌസിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്, ഷാ നാമ. എന്താണ് ഷാനാമ? എന്താണെന്നറിയോ ഇതിന്റെ പ്രത്യേകത? പേർഷ്യൻ ചരിത്രം വിവരിക്കുന്ന കൃതിയാണ് ഷാനാമ. പേർഷ്യൻ ചരിത്രം വിവരിക്കുന്നു. ഇദ്ദേഹത്തെ ഫിർദൌസിയെ പേർഷ്യൻ ഹോമർ എന്നും കൂടി വിളിക്കുന്നുണ്ട്. പേർഷ്യൻ ഹോമർ ഫിർദൌസിയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആരാണ് ഹോമർ? ഗ്രീക്ക് ഇതിഹാസങ്ങളായ ഇലിയഡ്, അതുപോലെ തന്നെ ഒഡീസ് എല്ലാവർക്കും അറിയാം. അതൊക്കെ രചിച്ചിട്ടുള്ള അന്ധകവിയുടെ പേരാണ് ഹോമർ. അപ്പൊ ഗ്രീക്കിലെ ഒരു കവിയാണ് ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമർ എന്ന് പറഞ്ഞ ഗ്രീക്കിലെ വളരെ പ്രശസ്തനായിട്ടുള്ള കവിയാണ്. അന്ധനാണ് അദ്ദേഹം ഗ്രീക്ക് ഇതിഹാസങ്ങളായ ഇലിയഡും ഒഡീസിൽ രചിച്ചിട്ടുണ്ട്. അപ്പൊ പേർഷ്യൻ ഹോമർ എന്നും ആരെ അറിയപ്പെടുന്നുണ്ട്? ഫിർദൌസി അറിയപ്പെടുന്നുണ്ട്. ഇനി ഫിർദൌസിയുടെ പോലെ തന്നെ ഈ മുഹമ്മദ് ഗസ്നിയുടെ സദസ്സില് ഒരു പണ്ഡിതനും ഉണ്ടായിരുന്നു. പണ്ഡിതന്റെ പേര് അൽബറൂനി എന്നായിരുന്നു. അപ്പം മുഹമ്മദ് ഗസ്നിയുടെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽബറൂനിയാണ്. ഇപ്പൊ നമ്മൾ നരവംശ ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഭൂഗർഭ ശാസ്ത്രത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അറിയാം അല്ലെ? ഈ നരവംശ ഭൂഗർഭ ശാസ്ത്രങ്ങളുടെയൊക്കെ അടിസ്ഥാന ആശയങ്ങൾ, ബേസിക് ഫാക്ട്സ് രൂപപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ അൽബറൂനിയാണ് കേട്ടോ. അതും വളരെ പ്രധാനമാണ്. ഇനി അൽബറൂനിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയുടെ പേര് താരീഖ് ഉൽ ഹിന്ദ് എന്നാണ്. എന്താണ്? താരീഖ് ഉൽ ഹിന്ദ്. അപ്പൊ താരീഖ് ഉൽ ഹിന്ദ് എന്ന പ്രശസ്തമായിട്ടുള്ള കൃതി രചിച്ചതും അൽബറൂനിയാണ്. അങ്ങനെ മുഹമ്മദ് ഗസ്നി അവസാനിക്കുകയാണ്. അടുത്തത് മുഹമ്മദ് ഗോറി വരികയാണ്. മുഹമ്മദ് ഗോറി വീണ്ടും ആക്രമിക്കാൻ വരികയാണ് ഇന്ത്യയിലേക്ക്. ഗുറീദ് എന്ന് പറയുന്ന രാജവംശത്തിൽ ജനിച്ച വ്യക്തിയാണ് മുഹമ്മദ് ഗോറി. ഗുറീദ് കേട്ടോ. ഗുറീദ് എന്ന് പറയുന്ന രാജവംശത്തിൽ ജനിച്ചു. മുയിസുദ്ദീൻ മുഹമ്മദ് ബിൻസ എന്നാണ് ഗോറിയുടെ ശരിക്കുള്ള പേര്. ഗോറി കുറെ പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ചിട്ടൊക്കെ ഉണ്ട്. 1175 ആക്രമിച്ചു, അങ്ങനെ ഓരോന്നൊക്കെ ആക്രമിച്ചു. ഇപ്പൊ ഗോറിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാ, ഗസ്നി കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാ.
അല്ലെ? ആദ്യത്തെ ആളായിരുന്നു മുഹമ്മദ് ബിൻ കാസിം എന്ന് നമ്മൾ പറഞ്ഞു. മുഹമ്മദ് ബിൻ കാസിം പ്രതികാര ബുദ്ധിയോടുകൂടി വന്നതാ. ഇനി ഗോറി എന്തിനാ വന്നതെന്നറിയോ? ഗോറി പ്രതികാരമോ അല്ലെങ്കിൽ കൊള്ളയടിക്കലോ എന്നല്ല ഗോറിയുടെ ഉദ്ദേശം. എനിക്ക് ഇന്ത്യ ഭരിക്കണം എന്ന് ഉദ്ദേശം വന്നതാ. അപ്പൊ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി വന്ന ആളാണ് ആര്? ഗോറി. അത് ഓർക്കാം. അപ്പൊ ഉത്തരേന്ത്യയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു രാജാവായ പൃഥ്വിരാജ് ചൗഹാനുമായി 1192 ഗോറി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു യുദ്ധം നടത്തി. ആ യുദ്ധത്തിന്റെ പേരാണ് ഒന്നാം തറൈൻ യുദ്ധം. ഉം. ഒന്നാം തറൈൻ യുദ്ധം അഥവാ താനേശ്വർ യുദ്ധം. ഒന്നാം തറൈൻ യുദ്ധം എന്നോ ഒന്നാം താനേശ്വർ യുദ്ധം എന്നോ വിളിക്കാം. അപ്പൊ തറൈൻ യുദ്ധത്തില് എന്തുണ്ടായി? ചൗഹാനെ തോൽപ്പിക്കാൻ ആർക്ക് പറ്റിയില്ല? ഗോറിക്ക് പറ്റിയില്ല. ഗോറി പോയിട്ട് വാളൊക്കെ നന്നായിട്ട് തേച്ച് മിനുക്കി ഭംഗിയായിട്ട് ആള് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1192 വീണ്ടും ചൗഹാനെ ആക്രമിക്കുകയാണ്. അപ്പൊ ചൗഹാൻ പരാജിതനാവാണ്. അങ്ങനെ ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യത്തിന് ആരടിത്തറയിട്ടു? മുഹമ്മദ് ഗോറി അടിത്തറയിട്ടു. ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം നമ്മൾ പഠിക്കില്ലേ പ്ലാസി? അതുപോലെ ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് ഏത്? രണ്ടാം തറൈൻ യുദ്ധം അഥവാ താനേശ്വർ യുദ്ധം. കുറെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. രണ്ടാം തറൈൻ യുദ്ധം അഥവാ താനേശ്വർ യുദ്ധം ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം. അപ്പോ ആരെയാണ് തോൽപ്പിച്ചത്? പൃഥ്വിരാജ് ചൗഹാനെയാണ് തോൽപ്പിച്ചത്. ചൗഹാൻ എവിടത്തെ രാജാവാണ്? ഉത്തരേന്ത്യ ഭരിച്ച രാജാവാണ്. അപ്പൊ ഉത്തരേന്ത്യ ഭരിച്ച അവസാന ഹിന്ദു രാജാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൗഹാനാണ്. ഉത്തരേന്ത്യ ഭരിച്ച അവസാന ഹിന്ദു രാജാവ്. അപ്പോ ഈ മെഡീവൽ ഇന്ത്യയെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഹിസ്റ്ററിയെ കുറിച്ച് നല്ല ധാരണയുള്ള കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഹർഷവർദ്ധൻ എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങേരാരാണ്? ഉത്തരേന്ത്യ ഭരിച്ച അവസാന ഹിന്ദു ചക്രവർത്തിയാണ് ഹർഷവർദ്ധനൻ. ആരാ രാജാവ്, ആരാ ചക്രവർത്തി? രാജാവിന് ഏരിയ കുറച്ചേ ഉണ്ടാവുള്ളൂ. ചക്രവർത്തി കുറച്ച് വിശാലമായിട്ടുള്ള ഏരിയ ഭരിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ചക്രവർത്തി എന്ന് വിളിക്കുക. ഉത്തരേന്ത്യ ഭരിച്ച അവസാന ഹിന്ദു ചക്രവർത്തി ആര്? ഹർഷവർദ്ധനും. ഉത്തരേന്ത്യ ഭരിച്ച അവസാന ഹിന്ദു രാജാവ് എന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് ചൗഹാനുമാണ്. ഈ പൃഥ്വിരാജ് ചൗഹാന്റെ സദസ്സിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവി ഉണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ചാന്ദ് ബർദായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ചൗഹാന്റെ സദസ്സിലെ ആസ്ഥാന കവിയാണ് ചാന്ദ് ബർദായി. ചോദിച്ചത് ഹിന്ദി സാഹിത്യത്തിലെ പ്രധാന കാവ്യമായ പൃഥ്വിരാജ് രാസോ രചിച്ചത് ആര് എന്നാണ്. ആരാണ്? ചാന്ദ് ബർദായി. ഹിന്ദി സാഹിത്യത്തിലെ പ്രധാന കാവ്യമായ പൃഥ്വിരാജ് രാസോ രചിച്ചത് ആരാണ്? ചാന്ദ് ബർദായിയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ മുഹമ്മദ് ഗോറി എന്തുണ്ടാക്കി? ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടു. അങ്ങനെ ഇന്ത്യയിൽ 1206 മുതൽ 1526 വരെ ഏകദേശം 320 വർഷം ഡൽഹി കേന്ദ്രമായി ഭരണം 5 രാജവംശങ്ങൾ നടത്തി. ആ രാജവംശങ്ങളെ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഡൽഹി സുൽത്താനേറ്റും മുഗൾ സാമ്രാജ്യമൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണെന്ന്. അപ്പൊ 1206 മുതൽ 1526 വരെ ഏകദേശം 320ഓളം വർഷം ഡൽഹി ഭരിച്ച 5 രാജവംശങ്ങളെ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് വിളിക്കുകയാണ്. ഡൽഹി സുൽത്താനേറ്റില് 5 രാജവംശങ്ങളാണ് ഭരിച്ചിരുന്നതെന്ന് പറഞ്ഞു. അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി വംശങ്ങൾ. അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. അങ്ങനെ 5 വംശങ്ങൾ എവിടെ ഭരിച്ചു? നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൽ ഭരണം നടത്തി. അതിൽ ആദ്യത്തെ വംശമാണ് അടിമ. ഫസ്റ്റ് വംശം അടിമ 1206 തുടങ്ങി. ഏറ്റവും കുറവ് ഭരണം നടത്തിയ വംശമാണ് ഖിൽജി വംശം. ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ വംശമാണ്. 1290 മുതൽ 320 വരെ അവരുണ്ടായിട്ടുള്ളൂ. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ വംശമാണ് തുഗ്ലക് വംശം. 1320 മുതൽ 1414 വരെ എത്രയോ അധികം വർഷം അവർ ഭരിച്ചു. അപ്പൊ കൂടുതൽ കാലം ഭരണം നടത്തിയത് ഏത്? തുഗ്ലക് വംശം. ഇനി അടിമ, ഗിൽജി, തുഗ്ലക്, സയ്യിദ് വംശങ്ങൾ തുർക്കി പാരമ്പര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരും അല്ലെങ്കിൽ തുർക്കി പാരമ്പര്യമുള്ളവരും. ലോധി വംശം മാത്രം അഫ്ഗാൻ പാരമ്പര്യമുള്ളവരുമാണ്. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിൽ താഴെ പറയുന്നവയിൽ എന്താ തുർക്കി പാരമ്പര്യം ഇല്ലാത്തവർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലോധി വംശാണ്. അപ്പൊ അടിമ, ഗിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി വംശങ്ങളിൽ
കുറവ് ഗിൽജി വംശവും കൂടുതൽ തുഗ്ലക്ക് വംശവും, ആദ്യത്തേത് അടിമ വംശവും അവസാനത്തേത് ലോധി വംശവും, അഫ്ഗാൻ പാരമ്പര്യമുള്ളത് ലോധി വംശവും, ബാക്കി 4 അടിമ ഗിൽജി തുഗ്ലക്ക് സയ്യിദ് വംശങ്ങൾ തുർക്കി പാരമ്പര്യമുള്ളവരുമാണ്. ഇതിൽ തന്നെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ ഡൽഹി സുൽത്താൻമാർ എന്നാണ് നമ്മൾ പഠിക്കുക അല്ലെ. ഓരോരുത്തരെയും സുൽത്താൻ എന്നാണ് നമ്മൾ വിളിക്കുക. പക്ഷേ രാജാക്കന്മാർ സുൽത്താൻ എന്ന സ്ഥാനപ്പേരാണ് സ്വീകരിച്ചിരുന്നത്. സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കാത്ത ഒരേ ഒരു രാജവംശം മാത്രമേ, അല്ലെങ്കിൽ ഒരേ ഒരു വംശം മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ. അത് സയ്യിദ് വംശം. അപ്പൊ സയ്യിദ് വംശത്തിലുള്ളവർ സുൽത്താൻ എന്ന ആ ഒരു സ്ഥാനപ്പേര് സ്വീകരിച്ചിട്ടുണ്ടായില്ല. ഇത് നമ്മൾ അടിമ വംശത്തിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, പൃഥ്വിരാജ് ചൗഹാനോട് ഗോറി യുദ്ധം നടത്തി, അങ്ങനെ ഗോറി ഇന്ത്യയിൽ മുസ്ലിം സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. അങ്ങനെ ഗോറി എന്നാണ് 1191 1192 അതിൽ 92 കഴിഞ്ഞ് 1206 ആയപ്പോ ഗോറി മരിക്കുകയാണ്. അപ്പൊ ഗോറിക്ക് കുറെ അടിമകൾ ഉണ്ടായിരുന്നു. കുറെ അദ്ദേഹത്തിന് പുത്രന്മാരൊന്നും ഇല്ല കേട്ടോ, മക്കളൊന്നുമില്ല, കുറെ അടിമകൾ ഉണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന് കുറെ സേനാധിപന്മാർ അടിമകളൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. ഗോറിയുടെ മരണശേഷം എല്ലാവരും തമ്മിൽ ഒരു അടിയും പിടിയും വലിയൊക്കെയായി. അവസാനം എന്താണ്, കുത്തബ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഗോറിയുടെ അടിമയാണ് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ വംശമായ അടിമ വംശം സ്ഥാപിക്കുന്നത്. അപ്പോ ആരാണ് ഗോറിയുടെ അടിമ? ഗോറിയുടെ അടിമ കുറെ പേരുണ്ട്, പക്ഷെ കുത്തബ്ദീൻ ഐബക്ക്. അപ്പൊ അങ്ങനെയല്ല, ഗോറിയുടെ അടിമ ആരാന്നല്ല ചോദിക്കുക. കുത്തബ്ദീൻ ഐബക്ക് ആരുടെ അടിമയായിരുന്നു? ഗോറിയുടെ അടിമയായിരുന്നു. ആ കുത്തബ്ദീൻ ഐബക്കാണ് അടിമ വംശം സ്ഥാപിക്കുന്നത്. ഡൽഹിയിൽ 1206 മുതൽ 1290 വരെ ഭരിച്ച രാജവംശമാണ് അടിമ വംശം. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം രാജവംശമാണ് അടിമവംശം. ഈ അടിമവംശത്തെ യാമിനി വംശമെന്നും മാംലൂക്ക് വംശമെന്നും ഇൽബാരി വംശമെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇൽബാരി വംശം, യാമിനി വംശം, മാംലൂക്ക് വംശം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? അടിമവംശം തന്നെയാണ്. സ്ഥാപകൻ നമ്മൾ പറഞ്ഞു കുത്തബ്ദീൻ ഐബക്കാണ്. അദ്ദേഹം ഗോറിയുടെ അടിമയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി. മറ്റൊരൊക്കെ ആക്രമിച്ച് അങ്ങനെ ഒരു ഭരണത്തിന് അടിത്തറയുടെ അങ്ങനെയൊന്നും ഭരണം തുടങ്ങുക അങ്ങനെയൊന്നും ചെയ്തില്ല. ഒരു സിരാ കേന്ദ്രവും ഒരു തലസ്ഥാനവും ഒക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഭരണം തുടങ്ങിയത് കുത്തബ്ദീൻ ഐബക്കാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി എന്ന് നമുക്ക് ആരെ വിളിക്കാം? കുത്തബ്ദീൻ ഐബക്കിനെ വിളിക്കാം കേട്ടോ. അങ്ങനെ കുത്തബ്ദീൻ ഐബക്ക് അടിമവംശം സ്ഥാപിച്ചു. അടിമവംശത്തിന്റെ തലസ്ഥാനം ലാഹോറിൽ സ്ഥാപിക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഡൽഹിയിൽ ഒരു അടിമവംശം ഉണ്ടായിരുന്നു. അത് സ്ഥാപിച്ചത് കുത്തബ്ദീൻ ഐബക്കാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇബിൻ ബത്തൂത്തയുടെ സഫർനാമ എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിൽ നിന്നാണ്. അപ്പൊ ഇബ്ൻ ബത്തൂത്തയുടെ സഫർനാമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് അടിമവംശത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നത്. ഇനി അടിമവംശ സ്ഥാപകനായ കുത്തബ്ദീൻ ഐബക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്തൂപം, അല്ലെങ്കിൽ ഇന്ത്യയിലെ പുരാതന ഗോപുരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ചു. അപ്പൊ കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ചത് ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. എന്താ ഇങ്ങനെ കുത്തബ് മീനാറിന്റെ പണി ആരംഭിക്കാൻ കാരണം? ഇത് ഒരു സൂഫി സന്യാസി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഗുരു സ്ഥാനീയനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഖ്വാജ കുത്തബ്ദീൻ, അല്ലെങ്കിൽ കുത്തബ്ദീൻ ബക്തിയാർ കാക്കി. കുത്തബ്ദീൻ ബക്തിയാർ കാക്കി എന്നും ഖ്വാജ കുത്തബ്ദീൻ, രണ്ടും ആ സൂഫി സന്യാസിയുടെ പേരുകൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് കുത്തബ് മീനാറിന്റെ പണി ആരംഭിച്ചത് എന്നാ പറയണത്? കുത്തബ്ദീൻ ഐബക്ക് ആരംഭിച്ചത്. പണി ആരംഭിക്കാനേ പറ്റിയുള്ളൂ, പൂർത്തിയാക്കാൻ പറ്റിയില്ല. പൂർത്തിയാക്കിയത് അടുത്ത ആളാണ്. അപ്പൊ പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. അടുത്ത അടിമവംശത്തിൽ വന്നിട്ടുള്ള ഭരണാധികാരി ഇൽത്തുമിഷാണ് പൂർത്തിയാക്കിയത്. പക്ഷെ പണി തുടങ്ങിയത് 13-ാം നൂറ്റാണ്ടിൽ. കുത്തബ് മീനാറിന്റെ പണി തുടങ്ങിയത് കുത്തബ്ദീൻ ഐബക്കാണ്. 238 അടി ഉയരത്തിലാണ് കുത്തബ് മീനാർ നിൽക്കുന്നത് കേട്ടോ. ഇനി ഈ കുത്തബ്ദീൻ ഐബക്കിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ട് കേട്ടോ. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള, പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഭരണാധികാരി ആരാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് മരിച്ച ഭരണാധികാരിയാണ് കുത്തബ്ദീൻ ഐബക്ക് കേട്ടോ.
ഇനി ഐബക്കിന് ശേഷം ആരം ഷാ എന്ന് പറയുന്ന ആളുണ്ടായി. അദ്ദേഹം കുറച്ചുനാൾ ഭരിച്ചു. ആരം ഷായെ വധിച്ചുകൊണ്ട് അടുത്ത പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് ഇൽത്തുമിഷ് എന്നാണ്. എന്താണ്? ഇൽത്തുമിഷ് ട്ടോ. അപ്പൊ കുത്തബ്ദീൻ ഐബക്കിനെ കുറിച്ച് ഒരു തീരുമാനമായല്ലോ. അടുത്ത ആൾ ഇൽത്തുമിഷ്. അപ്പൊ ഇൽത്തുമിഷിന്റെ ഒരു കാര്യം നമ്മൾ പഠിച്ചു അല്ലെ. ഇപ്പൊ തന്നെ നേരത്തെ തന്നെ പറഞ്ഞുല്ലോ, ഇൽത്തുമിഷ് ആണ് കുത്തബ് മീനാറിന്റെ പണി പൂർത്തിയാക്കിയത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഇൽത്തുമിഷ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. ഇദ്ദേഹത്തെ ദൈവഭൂമിയുടെ സംരക്ഷകൻ, മഹാനായ സുൽത്താൻ സുൽത്താൻ അല്ലെങ്കിൽ സുൽത്താൻ ഇ അസം. ഈ സുൽത്താൻ ഇ അസംത്തിന്റെ മലയാളമാണ് മഹാനായ സുൽത്താൻ. ഇങ്ങനെയൊക്കെ എന്താ പറയാ, ബഹുമതി ഉള്ള ആളായിരുന്നു ആര്? ഇൽത്തുമിഷ്. അപ്പൊ ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്നും മഹാനായ സുൽത്താൻ എന്നും സുൽത്താൻ ഇ അസം എന്നും ഒക്കെ അറിയപ്പെടുന്നു. ശരിക്കുള്ള പേര് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്നാണ് കേട്ടോ. ഇനി ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, നേരത്തെ ലാഹോർ അല്ലായിരുന്നു അടിമവംശത്തിന്റെ തലസ്ഥാനം. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് അടിമവംശത്തിന്റെ തലസ്ഥാനം മാറ്റിയത് ഇൽത്തുമിഷ് ആണ്. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് അടിമവംശത്തിന്റെ തലസ്ഥാനം മാറ്റിയത് ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷ് വളരെ എന്താ പറയാ, ഗംഭീരമായിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു ഭൂനികുതി തന്നെ ആദ്യം ഏർപ്പെടുത്തി. ആ നികുതി സിസ്റ്റത്തിന്റെ പേര്, നികുതി ടാക്സ് സിസ്റ്റത്തിന്റെ പേര് ഇക്ത എന്നാണ്. എന്താണ്? ഇക്ത. ഇക്ത, ഇത്തയല്ല, ഇക്ത. അപ്പൊ ഇക്ത അദ്ദേഹത്തിന്റെ ഒരു ഭൂനികുതി സിസ്റ്റമാണ്. കൂടാണ്ട് അദ്ദേഹം നാണയങ്ങളൊക്കെ ഇറക്കുണ്ടായി. അറബി വേർഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ള നാണയങ്ങൾ. അദ്ദേഹം വെള്ളി നാണയം ഇറക്കി, അതുപോലെ തന്നെ ചെമ്പ് നാണയം ഇറക്കി. അപ്പൊ ഇൽത്തുമിഷിന്റെ അറബി ലിഖിതമുള്ള വെള്ളി നാണയത്തെ തങ്ക എന്നും ഇൽത്തുമിഷിന്റെ അറബി ലിഖിതമുള്ള ചെമ്പ് നാണയത്തെ ജിദാൽ എന്നും വിളിക്കുന്നു. അപ്പൊ ജിദാല്, തങ്ക തുടങ്ങിയ രണ്ട് നാണയങ്ങൾ ഇൽത്തുമിഷ് ഇറക്കുകയുണ്ടായി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് വെള്ളി നാണയാണ്. ഇൽത്തുമിഷിന്റെ അറബി ലിഖിതമുള്ള വെള്ളി നാണയം തങ്ക, അതുപോലെ അറബി ലിഖിതമുള്ള ചെമ്പ് നാണയം ജിതാലാണ്. ഇനി ഭരണകാര്യങ്ങളില് ഇൽത്തുമിഷിനെ സഹായിക്കാൻ 40 പേരുടെ ഒരു ഗ്രൂപ്പ് തന്നെ, ഒരു പ്രഭുസഭയ്ക്ക് തന്നെ ആര് രൂപം നൽകി? ഇൽത്തുമിഷ് രൂപം നൽകി. ചില പുസ്തകങ്ങളിൽ അതിന്, ഞാനിപ്പോ എന്താ പറയാ, CRT പുസ്തകങ്ങളും അതുപോലെ തന്നെ മറ്റ് ബുക്കുകൾ, അതായത് സ്പെഷ്യൽ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ, ശ്രീധരമേനോന്റെ ബുക്കുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ബുക്കുകളൊക്കെ നോക്കുമ്പോൾ പല ബുക്കുകളിലും പല പേരും ഒക്കെ ഒന്ന് തന്നെയാന്നാ പറയുന്നത്. അതായത് ചാലിസ്, അതായത് ഇൽത്തുമിഷിനെ ഭരണത്തിൽ സഹായിക്കാൻ ചാലിസ് അല്ലെങ്കിൽ ടർക്കിഷ് 40, അങ്ങനെ ഒരു ബുക്കിൽ ചാലിസ് അല്ലെങ്കിൽ ടർക്കിഷ് 40 അല്ലെങ്കിൽ ചാഹൽ ഗനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ രൂപീകരിച്ചു. അപ്പോ 40 പേരടങ്ങുന്ന പ്രഭുസഭയ്ക്ക് ഇൽത്തുമിഷ് രൂപം നൽകി. അത് ഇൽത്തുമിഷിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാനാണ്. ആ പ്രഭുസഭയുടെ പേരാണ് ഒന്നുകിൽ ചാലിസ് എന്ന് പറയാം, അല്ലെങ്കിൽ ടർക്കിഷ് 40 എന്ന് പറയാം, അല്ലെങ്കിൽ ചാഹൽ ഗനി എന്ന് പറയാം. മൂന്ന് കണ്ടാലും ഒന്നാണ്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കൂ. ഇദ്ദേഹത്തിന്റെ കാലത്ത്, ഇൽത്തുമിഷ് ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി ഇന്ത്യ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ചെങ്കിസ് ഖാൻ. 1221, 1221 ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കുന്നത്. അപ്പൊ 1221 ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ നേതാവിന്റെ പേരാണ് ചെങ്കിസ് ഖാൻ. 1221 ഇൽത്തുമിഷിന്റെ ഭരണകാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ നേതാവ് ചെങ്കിസ് ഖാൻ ട്ടോ. ചെങ്കിസ് ഖാനെ എന്ത് വിളിക്കുന്നു? ദൈവത്തിന്റെ ചമ്മട്ടി എന്ന് വിളിക്കുന്നു. അങ്ങനെ ഒരു പേര് ചെങ്കിസ് ഖാൻ ഉണ്ട്. ദൈവത്തിന്റെ ചമ്മട്ടി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ചെങ്കിസ് ഖാൻ ആണ് കേട്ടോ. ഇൽത്തുമിസിന്റെ ഖബർ, അതായത് ശവകുടീരം ഉണ്ടല്ലോ, കുത്തബ് കോംപ്ലക്സിലാണ് കാണപ്പെടുന്നത്. ഇൽത്തുമിസിന്റെ ശവകുടീരം, ഇൽത്തുമിസ് മരണമടഞ്ഞതിന് ശേഷം അതിന്റെ ശവകുടീരം നമ്മള് എവിടെയാണ്? കുത്തബ് കോംപ്ലക്സിലാണ്. ഇനി ഇൽത്തുമിഷ് മരിച്ചു. അപ്പൊ ഇൽത്തുമിഷിന്റെ പിൻഗാമിയായിട്ട് വന്നത് ഇൽത്തുമിഷിന്റെ മകളാണ്. അവരുടെ പേര് സുൽത്താന റസിയ. ചില ബുക്കുകളിൽ റസിയ സുൽത്താന എന്നും കാണാം. രണ്ടായാലും ഒന്ന് തന്നെയാണ്. റസിയ സുൽത്താന അല്ലെങ്കിൽ സുൽത്താന റസിയ എന്നൊക്കെ പറയാം. ഇന്ത്യ ഭരിച്ച ഏക മുസ്ലിം വനിതയാണ് റസിയ സുൽത്താന. ഡൽഹിയുടെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. ഇനി
അപ്പൊ ഇന്ത്യ ഭരിച്ചത് ആദ്യം റസിയ സുൽത്താൻ അല്ലെങ്കിൽ സുൽത്താന റസിയ അല്ലേ. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ഈജിപ്തിലാണ് കേട്ടോ. ഹാത്ത് ഷേ സൂത്ത് ആണ്. ഹാത്ത് ഷേ സൂത്ത് അതാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി. ഈജിപ്തിലാണ് കേട്ടോ അവര്. ഇനി സുൽത്താന റസിയാണ്, ലേഡിയാണ്. അപ്പോ ലേഡീസിനൊന്നും അധികം നാള് ഭരിക്കാൻ ആരും സമ്മതിക്കില്ല, നിങ്ങൾക്കറിയാലോ. അങ്ങനെ അധികം നാള് ഭരിക്കേണ്ടി വന്നില്ല. അത് കഴിഞ്ഞിട്ട് ബാൽബൻ വരികയാണ്. ഇൽത്തുമിഷിന്റെ ഒരു അടിമയാണ് ബാൽബൻ. അപ്പൊ ബാൽബൻ ഇൽത്തുമിഷിന്റെ മകളാണ് സുൽത്താന റസിയ. അതിനുശേഷം ഇൽത്തുമിഷിന്റെ അടിമയായ ബാൽബൻ എവിടെ വരികയാണ്? അടിമവംശത്തിന്റെ ഭരണത്തിന് വരികയാണ്. അപ്പൊ നമ്മൾ അടിമവംശം സ്ഥാപിച്ചു. കുത്തബ്ദിൻ ഐബക്ക് പറഞ്ഞു. കുത്തബിൻ ഐബക്കിന് ശേഷം പിന്നെ ഇൽത്തുമിഷ് വന്നു എന്ന് പറഞ്ഞു. പിന്നെ സുൽത്താന റസിയ വന്നു എന്ന് പറഞ്ഞു. ഇവരെയൊക്കെ നോക്കുമ്പോ ഏറ്റവും എന്താ പറയാ ശക്തിയുള്ള ആള്, ശക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ ശരീരത്തിന്റെ ബലമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഭരണ രീതിയിലുള്ള കുറച്ചും കൂടെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് ബാൽബൻ. അപ്പൊ അടിമവംശത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി ബാൽബൻ. ഇൽത്തുമിഷിന്റെ അടിമയാണ് ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ എന്നാണ് ബാൽബന്റെ ശരിക്കുള്ള പേര്. ദൈവത്തിന്റെ നിഴൽ, ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നൊക്കെ അദ്ദേഹത്തെ തന്നെ സ്വയം വിശേഷിപ്പിച്ചു. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ കുറെ ആൾക്കാർ അവരെ സ്വയം കുറെ വിശേഷിപ്പിക്കും. അപ്പൊ അതായത് നമ്മളല്ലാണ്ട് മറ്റാരെ പൊക്കുക എന്ന് പറയണ പോലെ ഇവരെ തന്നെ ഒന്ന് പൊക്കിയത്. അത് ഞാൻ ദൈവത്തിന്റെ നിഴലാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നൊക്കെ ഇദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. കൂടാതെ നമ്മൾ ഉല്ലു ഖാൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉല്ലു ഖാൻ എന്നൊരു പേര് ബാൽബൻ ഉണ്ട്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് ബാൽബൻ ഒരു പേരുണ്ട്. കാരണം നമ്മൾ ബിസ്മാർക്കിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇരുമ്പും നിണവും നയം ജർമ്മനിയിലെ ബിസ്മാർക്കിന്റെ നയമാണ്. ഇരുമ്പും നിണവും നയം നടപ്പിലാക്കിയത് ആരാണ്? ജർമ്മനിയിലെ ബിസ്മാർക്കാണ്. അതുപോലെ തന്നെ ഡൽഹിയില് ഇരുമ്പും നിണവും നയം സ്വീകരിച്ച വ്യക്തിയാണ് ആര്യ ബാൽബൻ. അതുകൊണ്ടാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് കേട്ടോ. ഇനി ഇത്രയും ഗംഭീരമായിട്ട് ഭരണമൊക്കെ നടത്തിയത് കൊണ്ട് രണ്ടാം അടിമവംശ സ്ഥാപകൻ എന്നും ബാൽബനെ വിളിക്കുന്നു. അപ്പൊ ബാൽബനെ കുറിച്ച് ഒന്നും കൂടെ നമ്മൾ പഠിക്കുക. കുറച്ചധികം കാര്യം പറഞ്ഞില്ലേ? ഇൽത്തുമിഷിന്റെ അടിമയാണ്, അടിമവംശത്തിലെ പ്രശസ്തനാണ്. ശരിക്കുള്ള പേര് ഗിയാസുദ്ദീൻ ബാൽബൻ എന്നാണ്. അദ്ദേഹം വിശേഷിപ്പിച്ചത് ദൈവത്തിന്റെ നിഴൽ, ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നൊക്കെയാണ്. മറ്റുള്ളവർ അദ്ദേഹത്തെ ഉല്ലു ഖാൻ എന്നും ഇന്ത്യൻ ബിസ്മാർക്ക് എന്നും വിളിച്ചു. കാരണം ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് വിളിക്കാൻ കാരണം ജർമ്മനിയിലെ ബിസ്മാർക്കിന്റെ ബ്ലഡ് ആൻഡ് അയൺ അല്ലെങ്കിൽ അയൺ ആൻഡ് ബ്ലഡ് പോളിസി ഇല്ലേ, അതല്ലേ. അപ്പൊ അത് ഇവിടെ ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇരുമ്പും നിണവും നയം നടപ്പിലാക്കി. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കണം. ഇനി ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്ന് നമുക്ക് ആരെ വിളിക്കാം? ബാൽബനെ വിളിക്കാം കേട്ടോ. അപ്പൊ ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ്? ബാൽബൻ തന്നെയാണ്. രാജകൊട്ടാരത്തിൽ ചിരി തമാശകൾ നിരോധിച്ച സുൽത്താനാണ് ബാൽബൻ. ഇവിടെ ചിരിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പൊ കാര്യഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അതാര് പറഞ്ഞതാണ്? ബാൽബൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ബാൽബൻ ഡൽഹിയിലെ മെഹ്റൗളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ ശവകുടീരവും കാണപ്പെടുന്നുണ്ട്. അത് ഓർക്കണം. ബാൽബന്റെ ശവകുടീരം ഡൽഹിയിലെ മെഹ്റൗളിയാണ്. അപ്പൊ ഡൽഹി സിംഹാസനത്തിലെ ഉരുക്കു മനുഷ്യനാണ് അല്ലെങ്കിൽ രണ്ടാം അടിമവംശ സ്ഥാപകനാണ്, ഡൽഹി സുൽത്താനേറ്റിന്റെ ശരിക്കും യഥാർത്ഥ ശില്പിയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ആരെ വിളിക്കുന്നുണ്ട്? ബാൽബനെ വിളിക്കുന്നുണ്ട് എന്ന് ഓർക്കുക കേട്ടോ. ഇനി ബാൽബന്റെ ശവകുടീരം എവിടെയാ പറഞ്ഞു? ഡൽഹിയിലെ മെഹ്റൗളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അടുത്തത് അദ്ദേഹം കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, എന്താ പറയുന്നത്, കുറച്ചും കൂടിയും ഭരണപരമായിട്ട് കുറച്ചും കൂടിയും സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കി. സൈനിക കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ബാൽബൻ ഉണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ദിവാൻ ഇ ആരിസ് എന്നാണ്. അപ്പൊ ദിവാൻ ഇ ആരിസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ രൂപീകരിച്ച ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ബാൽബൻ എന്ന് പറയുന്നത്. ഇനി ബാൽബന്റെ സദസ്സിലെ ബാൽബന്റെ സദസ്സിലെ കവി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം തോന്നും. ബാൽബന്റെ സദസ്സ് മാത്രമല്ല, ഖിൽജിയുടെ സദസ്സിലും അങ്ങനെ അടുത്ത ഡൽഹി സുൽത്താനേറ്റിലെ പല ആൾക്കാരുടെ സദസ്സിലും ഉണ്ടായിരുന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് അമീർ ഖുസ്രു എന്നാണ്. നമുക്കറിയാം അല്ലെ, അമീർ ഖുസ്രു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹം ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഉറുദു ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഉറുദു. ആ ഉറുദു ഭാഷയുടെ പിതാവാണ് അമീർ ഖുസ്രു അല്ലെ. അമീർ ഖുസ്രുവിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ലൈല മജ്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി സിത്താർ അതുപോലെ തന്നെ തബല ഒക്കെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഉപജ്ഞാതാവ് ആരാന്നാ പറയണേ? അമീർ ഖുസ്രു എന്നാ പറയണേ കേട്ടോ. ഇനി സൂഫി സംഗീതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൂഫി സംഗീതം കൗവാലി എന്ന് പറയും. കൗവാലി സൂഫി സംഗീതം. ആ സംഗീതത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആരെന്നെയാണ്? അമീർ ഖുസ്രു തന്നെയാണ്. അപ്പൊ ഇത്രയാണ് ഡൽഹി സിംഹാസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിമവംശത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടി അടിമവംശം അവസാനിച്ചു.
അടുത്ത വംശമായ ഗിൽജി വംശം വരെയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും നിർത്തുകയാണ്, അതായത് അടിമ വംശത്തോടുകൂടി നിർത്താണ്. ഇനി അടുത്തത് തുഗ്ലക്ക്, സയ്യിദ്, ലോധി വംശങ്ങള്, ഗിൽജി വംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് അങ്ങനെ ഡൽഹി സുൽത്താനേറ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവസാനിപ്പിക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മൾ പ്രധാനപ്പെട്ട NCERT +1 +2 അങ്ങനെയുള്ള നമ്മുടെ ശ്രീധരമേനയുടെ ഒക്കെ പുസ്തകങ്ങളുടെയൊക്കെ കാര്യം എല്ലാം നോക്കിയിട്ടും ഒക്കെയാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു ക്ലാസ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പൊ ഭംഗിയായിട്ട് അത് വായിച്ചു മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന നല്ല കുറച്ച് മാർക്ക് നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അത് പോവാതെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ഇഫർട്ട് എടുത്തിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.